നല്ല മോള് റെഡി ആയോ? എന്താ നല്ല മോളെ ഒരു വിഷമം? അഴകേ സംഭവം അതിഷ്ടായി. അല്ലല്ല അമ്മ കേട്ടില്ലേ, അഴകേശ അമ്മാവെന്ന് വിളിക്കുമ്പോ ഒരു സന്തോഷം. മക്കളെ അപ്പുപ്പൈ നരച്ചിരിക്കണ്ടല്ലേ, പറഞ്ഞെന്താണ്? അപ്പുപ്പൈ പറഞ്ഞ അഴകേശം പറഞ്ഞത് നേരെ. മോക്ക് എന്താ ഒരു വല്ലായ്മ? എന്താ പറ്റി മോളെ? അവളിങ്ങനെ ശീലായി വരുന്നേ ഉള്ളു. ആന്റിയാണോ അമ്മുമ്മയാണോ അപ്പൂപ്പനാണോ? ഇഷ്ടപ്പെട്ട ഇവിടെ? ശരിക്കും ഇഷ്ടപ്പെട്ട? ഇത് ആരുടെ വീടാ? ആര് പറഞ്ഞു? തക്കളി ചേച്ചിയുടെ വീടല്ല, ഇത് കുഞ്ഞിന്റെ വീടാ കേട്ടാ. എന്താ അതേ മാമനും പറഞ്ഞു, അപ്പൂപ്പൻ പറഞ്ഞു, അമ്മൂമ്മ പറഞ്ഞു കുഞ്ഞിന് വിഷമാണെന്ന് പറഞ്ഞല്ലോ. എന്താ വിഷമം? എന്താന്ന്? അതാരാ പറഞ്ഞ അങ്ങനെ? തക്കളി ചേച്ചിയുടെ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടാ കുഞ്ഞിനെ. അതെന്താന്നറിയാമോ? ഡാഡിക്ക് ഇങ്ങനെ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടെ, എപ്പോഴും ഇങ്ങനെ ഗൗരവപ്പെട്ടിരിക്കും. അതാണ് കേട്ടോ. നല്ല അടിയുടെ കുറവാ, അടി കൊടുത്താവ നേരായിക്കോളും. നമുക്കൊരു കാര്യം ചെയ്യാം, തക്കളി ചേച്ചിനെ പോയി കുത്തി എഴുന്നേപ്പിച്ചാലോ? ആ എന്നാ വാ, ഞങ്ങൾ പോയി എഴുന്നേപ്പിച്ചിട്ട് വരാടാ. എന്താ അതെങ്ങനെ കുട്ടി വരാ? ആ കാട്ടാളിനെ അവിടെ ഉണ്ടല്ലോ, അതിന് പേടിച്ചിട്ടാവും. മക്കളത് കാര്യാക്കണ്ട, ചുമ്മാ അറിഞ്ഞതാ. പാവാങ്കള് കേട്ടോ, അങ്ങോട്ട് പോണോണ്ട് ഒരു കുഴപ്പമില്ല. ഈ അപ്പൂപ്പനുണ്ടല്ലോ തമാശക്കാരനാ, ഭയങ്കര തമാശ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശ നമ്മളൊക്കെ ചിരിപ്പിക്കും. അതിലെന്താ തമാശ? തമാശ അല്ല, ഞാൻ പറയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തമാശ ചിരിപ്പിക്കും. എന്ത് അതിഷ്ടപ്പെട്ടില്ല, ചെറുപ്പക്കാരന് വിഷമമായി. അല്ല, നേരത്തെ പുള്ളി മൂടോട്ടായി. കാരണം എന്താ അറിയാമോ, മോളെ അമ്മാവാന്ന് വിളിച്ച ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പാന്ന് വിളിച്ച ഒരു ഞങ്ങൾ എല്ലാരും കൂടി ഒരു സ്ഥലത്ത് പോവാൻ പോവാ. നമുക്ക് എവിടെയും പോവാ. ഡീഡി അതവിടെ വെച്ചേ. എന്നിട്ടേ ഈ പച്ചക്കാങ്ങ അരിഞ്ഞു വെച്ച് നോക്കട്ടെ അറിയാവോന്ന്. ഇതോ? എന്തേ? എന്താ അമ്മ വല്ല വീട്ടിലും ചെല്ലണ്ടത്. അന്നേരം ബബ്ബ പറഞ്ഞാലേ തള്ളേനെ പറയൂ എല്ലാവരും, പണിയൊന്നും പഠിപ്പിച്ചിട്ടില്ല. സർവൻസ് ഉള്ള വീട്ടിൽ പോയാ അങ്ങനെയൊക്കെ എല്ലാവരുടെ ആഗ്രഹം. അമ്മയെ ഒരാ കൊറേ ആഗ്രഹിച്ചു തന്നിട്ട് എന്തായി നോക്ക്. എന്ത് പ്ലേറ്റ്? എന്റെ വിധി പറഞ്ഞത് അതിനകത്തോട്ട് പോയിട്ടുണ്ട്. ഒരു വിവരമില്ല. ആരെയോ വിളിച്ച് തള്ളുണ്ട് രാവിലെ മുതൽ. അല്ലെന്നേ സംഗതി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വരും ഞാൻ അങ്ങോട്ട് വരും. ചാക്കിലുണ്ട്, എത്തിക്കോളാം. ആയിക്കോട്ടെ സാറേ, ആയിക്കോട്ടെ. ഓക്കെ എന്നാ, ഓക്കെ ഓക്കെ. കാണിക്കുന്നത് തന്തോടെ തലമുട്ടുമ്പോ ചിരിച്ചോ? എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന് കണ്ടില്ലേ? തലമുട്ടി. കിണിച്ചോടി, കിണിച്ചോ. ചാവൻ കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം നീ തരുമെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. എനിക്ക് പോ, തക്കളി കളിക്കാതെ. ഇതങ്കം, ഞാൻ നിന്നോട് പറയാറില്ലേ കർത്താവ് എൻ്റെ കൂടെ തന്നെയാണെന്ന്. കർത്താവ് എൻ്റെ കൂടെ തന്നെയാണ് എന്ന് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? കർത്താവിന് വേറെ എന്തെല്ലാം ജോലി ഉണ്ട്? ഈ ദുഷ്ടന്മാരുടെ കൂടെ നടക്കലല്ലേ കർത്താവ്? ഞാൻ ദുഷ്ടനാണോ അല്ലേന്നേ കർത്താവിനറിയാം. വേണ്ട, ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ സാധനം വന്ന പോലെ തിരിച്ചു പോകുന്നു. ഏത് സാധനം? അപ്പുറത്തെ ഒരു ദത്തിന് അടുത്തുള്ള ഒരു ദത്തുപുത്രി, എന്താ അതിന്റെ പേര്? കല്ലു. കല്ലായാലും മണ്ണായാലും അതിന് അവകാശികളുണ്ട് കേട്ടോ. അയ്യോ, പുതിയ അറിവായി പോയി. എനിക്കറിയാം അതിന് അവകാശികളുണ്ടെന്ന്. എന്റെ ആങ്ങളെയും അവന്റെ ഭാര്യ. ആങ്ങളെയും അവന്റെ ഭാര്യ എന്താണ്? വളർത്തച്ഛനും വളർത്തമ്മയും. ഇതല്ല, അതിന് ജന്മം നൽകിയ അതിന്റെ യഥാർത്ഥ അച്ഛൻ കേട്ടോ. ഞാനേ പുറത്ത് പോയിട്ട് പോലെ എന്താന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പറ. എടീ, ആ കൊച്ചിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് ഇറ്റലിന്ന് കൊച്ചിനെ കൊണ്ടുപോവാൻ. എന്റെ ആങ്ങളോട് പോയി പറഞ്ഞ് അതിന്റെ തുണി മണി ഗിണി എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചോളാം പറ. ഇപ്പൊ വരും. ഇറ്റലിന്ന്. അതെ, എനിക്കിത് അന്നേ തോന്നി ഇത് തട്ടിക്കൂട്ട് സെറ്റപ്പാണ്, ഇതിൽ എന്തോ ഉടായിക്കൊണ്ടെന്ന്. ഇത് നിയമപരമായിട്ടൊന്നും അല്ല. അയാളെ വല്ല പിടിപാടുള്ള ആളാ. ക്ലീറ്റ് പോകാൻ സമ്മതിക്കൂല ഞാൻ. അവരിങ്ങോട്ട് വരാനുള്ള വഴി അറിഞ്ഞൂടാ. ഞാൻ അവര് നിയമപരമായി
സ്നേഹമായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ എന്താ? ആണോ അല്ലയെന്ന് നമുക്ക് ഇപ്പൊ അറിയാം. അയാള് വരട്ടെ. ക്ലീറ്റ പോവല്ലേ ക്ലീറ്റ, ഞാൻ പറയുന്നത് കേക്ക്. ക്ലീറ്റ, ക്ലീറ്റ.